വേറെ ആലോചനകളൊന്നുമല്ല. വേണുവേട്ട ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. രാജുവിന്റെ അച്ഛൻ. രാജു ഋതികയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അവര് തമ്മിലുള്ള കല്യാണം നടത്തിയാലൊന്ന് ഒരാഗ്രഹം എന്നോട് പ്രകടിപ്പിച്ചു. ഇഷ്ടത്തിലാണെന്ന് ആര് പറഞ്ഞു? ഇഷ്ടമാണെന്ന് രാജുവിന്റെ അച്ഛനോട് പറഞ്ഞു കാണും. അതായിരിക്കുമല്ലോ വേണുട്ടൻ പ്രതാപേട്ടനെ വിളിച്ചത്. എന്തായാലും ഋതികയ്ക്ക് രാജുവിന് ഇഷ്ടമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. രാജുവിന് ഇഷ്ടമാണ്. അവൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് തുറന്ന് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ അമ്മയോട് ചോദിക്കാൻ ഒരു തെറ്റ് ചെയ്തു. എന്ത് തെറ്റ്? രാജുവും ഋതികയും തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കാമെന്ന് ഞാൻ വേണുവേട്ടന് വാക്കുകൊടുത്തു. പ്രതാപൻ ചെയ്തത് തെറ്റല്ല, അതൊരു വലിയ ശരിയാ. നമ്മുടെ തറവാടിന്റെ പാരമ്പര്യത്തിനും കുലമഹിമയ്ക്കും ഒക്കെ യോജിച്ചൊരു കല്യാണമാണോ ഇത്? അന്തിക്കഞ്ഞിക്ക് പോലും വകയില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഡ്രൈവറുടെ മകൻ ഈ തറവാടിന്റെ കാര്യം വിട്ടേക്ക്. സൂര്യമംഗലം തറവാടിന് യോജിച്ച ആലോചനയാണോ ഇത്? സൂര്യമംഗലം തറവാടിനിട്ട് തള്ളണ്ട, അതങ്ങ് വിട്ടേക്ക്. അത് എന്റെ തറവാടാ. ഞങ്ങളാരും അങ്ങനെ മനുഷ്യനെ വേർതിരിച്ച് കാണാറുമില്ല. പിന്നെ വേണുവിന്റെ ജോലി ഡ്രൈവിംഗ് ആയിരിക്കാം, അതുകൊണ്ടെന്താ? രാജുവിനെ പോലെ വേണു ഞങ്ങളുടെ തറവാട്ടിൽ ഒരു അംഗമായിരുന്നു. ഒരു കുലമഹിമ. 2 ഏത്തക്കുല വെട്ടി ചുമലിലേക്ക് വെച്ചാ മതി, കുലമഹിമയാകും. എന്തായാലും രാജു നമുക്ക് അന്യനൊന്നുമല്ല, സ്വന്തം തന്നെയാണ്. രാജുവും ഋതുമോളും തമ്മിലുള്ള കല്യാണം നമുക്ക് അതിഗംഭീരമായിട്ട് നടത്തണം. ചേച്ചി, രാജുവിനോട് എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. ശരാ ഏട്ടാ, ഇന്നു മുതൽ നിന്റെ ചുമതല ഇതായിരിക്കണം, മോളുടെ വിവാഹം. സംശയം എന്താ ഏട്ടാ? ചേട്ടൻ ധൈര്യമായിട്ടിരിക്കേ, നമുക്കിത് ഗംഭീരമാക്കാം. മോളെ, അമ്മമ്മയുടെ വാക്ക് പാലിച്ചില്ലേ? ഇപ്പൊ സന്തോഷായോ? അപ്പോ ഇതിന്റെയൊക്കെ പിന്നില് അമ്മമ്മയായിരുന്നല്ലേ?